നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കി നിർമ്മാണ സാമഗ്രികളുടെ വില കുതിച്ചുയരുകയാണ്. മെറ്റൽ, എം സാൻഡ്, പി സാൻഡ്, സിമന്റ്, കമ്പി, കരിങ്കല്ല്, ചെങ്കല്ല്, ഹോളോ ബ്രിക്സ് തുടങ്ങിയവയുടെ വിലയൊക്കെ ഒരു മാനദണ്ഡവുമില്ലാതെ കുത്തനെ കൂടിയെന്നാണ് നിർമ്മാണ തൊഴിലാളികളുടെ പരാതി. ഒരു ഫൂട്ട് എം സ്റ്റാൻഡിന് 51 രൂപയിൽ നിന്ന് 55 രൂപയായി ഉയർന്നു. ഒരു ഫൂട്ട് മെറ്റലിന്റെ വില 52 നിന്നും 56 കരിങ്കല്ല് കിട്ടാൻ പോലുമില്ല. ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത ക്ഷാമം വന്നതോടെ പ്രതിസന്ധി രൂക്ഷമായെന്ന് കരാറുകാർ പറയുന്നു. യാതൊരു നിയന്ത്രണമില്ലാതെ ഏതൊരു 2 ആഴ്ചക്കുള്ളിലായി ഇങ്ങനെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സീസൺ സമയമാണ്. റോഡ് പണി നടക്കുന്നതും മരാമത്ത് പണികൾ കൂടുതൽ നടക്കുന്നൊരു സമയമാണ്. ഈ സീസണെ മുന്നിൽ കണ്ട് മുതലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വില വർധന ഉണ്ടായിട്ടുള്ളത്. ഇതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സർക്കാർ തന്നെ ഇടപെടേണ്ടത്. അതുപോലെ തന്നെ ജില്ലാ കലക്ടർ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ കേരളത്തിലെ നിർമ്മാണ പ്രവൃത്തി, പ്രത്യേകിച്ച് സർക്കാർ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായ സമ്പന്നാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലേക്കാണ്. ബാങ്ക് വായ്പയെടുത്ത് വീട് നിർമ്മിക്കുന്നവരുടെ ബജറ്റ് നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം താളം തെറ്റിച്ചിരിക്കുകയാണ്. 1000 ചതുരശ്രടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കാൻ 500 ചാക്ക് സിമന്റും 4 ടൺ കമ്പിയും വേണ്ടിവരുമെന്നാണ് ഏകദേശ കണക്ക്. ഇതനുസരിച്ച് നിലവിലെ വിലയ്ക്ക് നിർമ്മാണ സാമഗ്രികൾ വാങ്ങാൻ ഭീമമായ സംഖ്യ വേണ്ടിവരും. സർക്കാർ മേഖലയിലെ നിർമ്മാണങ്ങളെയും ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മെറ്റലിൻ്റെ ഒരു ഫൂട്ടിന് 5 റുപ്യ വരെ വർദ്ധിപ്പിച്ചൊരു സമയം. അപ്പോൾ മെറ്റൽ കിട്ടാതെ പണിയൊക്കെ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത്. കളക്ടറായിട്ടൊക്കെ സംസാരിച്ച് ഇപ്പോൾ സാധനത്തിനൊന്നും വിലയിട്ടില്ല എന്നൊക്കെ ഇവിടെ കമ്മിറ്റി കൂടിയൊക്കെ തീരുമാനിച്ച കാര്യങ്ങളാണ്. അതൊന്നും പ്രതിഫലത്തിൽ വരുന്നില്ല. വേറെ നമ്മൾ പിന്നെ എല്ലാ സ്ഥലത്തും വർക്കുകളൊക്കെ നിൽക്കേണ്ട ഒരു സാഹചര്യം വരാൻ പോവുക. സ്കൂളുകൾ, ഓഫീസുകൾ, ലൈഫ് മിഷൻ പദ്ധതിയിലെ വീടുകൾ, റോഡുകൾ എന്നിവയുടെ പ്രവൃത്തികൾ ഇപ്പോൾ ഭാഗികമായി നിലച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ജനപ്രതിനിധികൾ തങ്ങൾക്ക് നൽകുന്നത് വലിയ സമ്മർദ്ദമാണെന്നും കരാറുകാർ പറയുന്നു. ഈ 5 രൂപ വർധനവ് എന്ന് പറഞ്ഞാൽ 5 രൂപ അല്ല സത്യത്തിൽ വരുന്നത്. കാരണം ഒരു 10 ലക്ഷം റുപ്യന്റെ വർക്ക് കരാറുകാരൻ അഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ടാറിംഗ് പ്രവൃത്തിയാണെങ്കിൽ അതിലേക്ക് ഏകദേശം 3000-3500 ഫൂട്ട് മെറ്റൽ വേണം. ഇവിടെ ഇപ്പോൾ ഒരു ഫൂട്ട് മെറ്റലിന് 5 റുപ്യാണ് ഇതാക്കിയത്. അപ്പോൾ ഒരു 10 ലക്ഷം റുപ്യന്റെ വർക്ക് എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 1.5 ലക്ഷം റുപ്യ കരാറുകാരന് നഷ്ടം വരാം. പരിസ്ഥിതി സംരക്ഷണ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്നാരോപിച്ച് കോഴിക്കോട്ടെ ചെറുകിട ക്വാറികൾ അടച്ചിട്ടിരിക്കുകയാണ്. സമീപ ജില്ലകളായ മലപ്പുറത്തെയും കണ്ണൂരിലെയും വയനാട്ടിലെയും സ്ഥിതി സമാനം. തദ്ദേശ പൊതുമരാമത്ത് ജലസേചന മന്ത്രിമാർക്ക് മുന്നിൽ നിവേദനങ്ങൾ പല കുറിയെത്തിയിട്ടും ഇടപെടലുകൾ ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് മുമ്പിൽ പലകുറി നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും പ്രശ്നപരിഹാര നടപടികൾ ഉണ്ടായില്ലെന്നാണ് പരാതി. ദിനംപ്രതിയുള്ള വിലക്കയറ്റം നിർമ്മാണ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് പ്രവർത്തികൾ നിർത്തിവെച്ച് പ്രതിഷേധിക്കാനാണ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് അതീന്ദർ ജിത്തുവിനോടൊപ്പം ദിലിഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.